കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് ബേസിക് ടേംസുകളാണ്. ബേസിക് ടേംസുകളെല്ലാം പറയുന്നില്ല, ഒരു 3 ബേസിക് ടേംസ്. കാരണം ഈ ബേസിക് ടേംസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ബേസിക് ടേംസാണ്. ബാക്കി ബേസിക് ടേംസുകൾ ഇതിൻ്റെ സീരീസ് ആയിട്ട് ബാക്കി ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ തോന്നുന്ന പോലെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ആ ഒരു സീരീസ് ആയിട്ട് ഞാൻ ഇട്ടോളാം. ആ രീതിയിൽ നിങ്ങൾ കണ്ടാലേ എൻ്റെ ആ ഒരു സീരീസിൽ വരുന്ന എല്ലാ വീഡിയോയും കണ്ടാലേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് ടേംസാണ്. അതിനു മുമ്പ് ഞാനൊരു കഥ പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഒരാൾ ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അയാൾക്ക് വീട്ടുകാരെങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെന്ന് വിചാരിച്ച് 2 ലക്ഷം രൂപ കൊടുത്തു. അയാൾ അതും എടുത്ത് ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. അതായത് അയാൾ ബിസിനസ് തുടങ്ങാൻ കൊണ്ടുവന്നത് 2 ലക്ഷം രൂപയാണ്. അതുമാത്രം കൊണ്ട് ഒരു ബിസിനസ് മുമ്പോട്ട് പോകണമെന്നില്ല. ഒരു ബിസിനസ്സിലെ ബാക്കി കാര്യങ്ങൾ നടക്കണമെങ്കിൽ അയാൾക്ക് പല സാധനങ്ങളും വേണ്ടി വരും. ഫസ്റ്റ് തന്നെ വേണ്ടത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതായത് സ്ഥലവും ഒരു ബിൽഡിങ്ങും വേണം. ഇയാൾ തുടങ്ങാൻ പോകുന്നത് ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണ്, അതായത് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ അതിന് മെഷീനറിയും കാര്യങ്ങളൊക്കെ വേണം. ആദ്യം ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേണം. 1.5 ലക്ഷത്തിന് ആരോ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വെക്കുന്നുണ്ടെന്ന് കേട്ട സ്റ്റീഫൻ നെടുമ്പള്ളി ഈ 2 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം എടുത്ത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുകയാണ്. ബാക്കി 50,000 രൂപയുണ്ട്. അതവിടെ വെച്ചു. ഇനി വേണ്ടത് ഒരു മെഷീനറിയും കമ്പ്യൂട്ടർ സിസ്റ്റമാണ്. സത്യം പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേണം. ഞാൻ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എൻ്റെ കഥയിൽ ഇത്ര സാധനങ്ങൾ മാത്രമേ വേണ്ടൂ. ഇതൊരു ഫാൻറ്റസിയാണെന്ന് കൂട്ടിക്കും. ബാക്കി 50,000 രൂപയുണ്ട്. 1.5 ലക്ഷത്തിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങി. ഇനി ഇയാൾ കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, മെഷീനറിയും വേണം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 1 ലക്ഷം രൂപയാവും. അതായത് ഈ വർക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് ആ ഒരു രീതിയിലാണെന്ന് വിചാരിക്കുക. അതിന് മെഷീനറിയും വേണം. മെഷീനറിയിലിട്ട് സാധനം മുടക്കലും പരിപാടി അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടല്ലോ, അതെല്ലാം ആക്കണം. അപ്പോൾ രണ്ടിനും കൂടി 2 ലക്ഷം ആവും. കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് 1 ലക്ഷം, മെഷീനറിക്ക് 1 ലക്ഷം. ഈ 50,000 കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഇയാൾ ബാങ്കിൽ പോയി ലോൺ എടുക്കാൻ നിർബന്ധിതനാവുകയാണ്. അങ്ങനെ ബാങ്കിൽ പോയി 2 ലക്ഷം ലോണിന് അപേക്ഷിക്കുന്നു. ആ 2 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷത്തിന് കമ്പ്യൂട്ടർ സിസ്റ്റം വാങ്ങുന്നു, 1 ലക്ഷത്തിന് മെഷീനറി വാങ്ങുന്നു. ഓക്കെ, നേരത്തെ കൊണ്ടുവന്ന ആ 2 ലക്ഷം, അതായത് ഇയാൾ സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് വീട്ടിൽ നിന്ന് കൊടുത്ത 2 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷത്തിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങി. ബാക്കി 50,000 അല്ലേ, അതവിടെ ക്യാഷ് ആയിട്ട് തന്നെ വെക്കുകയാണ്, കയ്യിൽ പിടിക്കുകയാണ്. കാരണം ഇത് മുമ്പോട്ട് പോകുമ്പോൾ പല ആവശ്യങ്ങളും വരും. ആ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി, ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് കയ്യിൽ പിടിക്കുകയാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഇനി ഞാനിന്ന് പറയാൻ പോകുന്ന ബേസിക് ടേംസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു 3 ബേസിക് ടേംസുകളാണ് ഞാൻ പറയുന്നത്. അതിൽ ഒന്നാമത്തെ ബേസിക് ടേംസ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. അക്കാദമിക്കായിട്ട് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദി ഓണർ ഇൻ ദ ഫേം ഈസ് നോൺ ആസ് ക്യാപിറ്റൽ. ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തൊരു ലൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഈസ് ആൻ ഒബ്ലിഗേഷൻ ആൻഡ് എ ക്ലെയിം ഓൺ ദ അസറ്റ്സ് ഓഫ് ബിസിനസ്. അതായത് ഈ ക്യാപിറ്റലിന് ആ ബിസിനസ്സിലെ അസറ്റിൻ്റെ മേല, അസറ്റ് എന്ന വേർഡ് ഇതിൽ പറയാൻ പോകുന്ന വേറൊരു ബേസിക് ടേം ആണ്, അത് ഞാൻ പറയും. അപ്പോൾ അസറ്റിൻ്റെ മേല എന്തോ ഒരു അവകാശമുണ്ട്, അതാണ് ഒരു ക്ലെയിം ഉണ്ട്. ഇയാൾക്കൊരു ഒബ്ലിഗേഷൻ, എന്തോ ഒരു ക്ലെയിം ഉണ്ട് ഈ ക്യാപിറ്റലിന്, അസറ്റിൻ്റെ മേല. ക്യാപിറ്റൽ കൊണ്ടുവരുന്നത് ഓണറാണ്. അടുത്ത ബേസിക് ടേമിലേക്ക് പോവാം. Liabilities are obligations or debts that an enterprise has to pay at some time in future. അതായത് liabilities are obligations or debts. Liability എന്ന് പറയുന്നത് ഒരു കടമയാണ്, അല്ലെങ്കിൽ ഒരു കടമാണ്. അത് ഭാവിയിൽ ഏതോ ഒരു സമയത്ത് തിരിച്ചു കൊടുക്കേണ്ടി വരും. അതാണ് liabilities. അതായത് ആർക്കോ ഭാവിയിൽ തിരിച്ചു കൊടുക്കേണ്ടി വരും. അതിനർത്ഥം എന്താണ്? നമ്മൾ ആരടുത്തുനിന്നോ കടം വാങ്ങിയിട്ടുണ്ട് നമ്മളെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. They represent creditors' claims on the firm's asset. ആ ലിയാബിലിറ്റി എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ക്രെഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ ആരുടെ നിന്ന് കടം വാങ്ങിയോ അവരാണ് ക്രെഡിറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ ബാങ്കാണെന്ന് വിചാരിക്കാം, ബാങ്കിൻ്റെ അടുത്ത് നിന്ന് കടം വാങ്ങി, ബാങ്ക് ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇവിടുത്തെ ലൈൻ ഇതാണ്, ദേ റെപ്രസെൻറ്റ് ക്രെഡിറ്റേഴ്സ് ക്ലെയിംസ് ഓൺ ദ ഫേംസ് അസറ്റ്. അതായത് ഈ ലിയാബിലിറ്റി, ഇവിടുത്തെ ലിയാബിലിറ്റി എന്ന് പറയുന്നത് ബാങ്കുകാരോട് വാങ്ങിയത്. ആ ലിയാബിലിറ്റിക്ക് നമ്മളെ ബിസിനസ്സിലെ അസറ്റിനോട് നേരത്തെ ക്യാപിറ്റലിനില്ല അതേപോലത്തെ ഒരു ക്ലെയിം ഉണ്ട് എന്നാണ് പറയുന്നത്. അതായത് അവർക്കും അതിലെന്തോ ഒരു അവകാശമുണ്ട് എന്ന് പറയും. അതും കഴിഞ്ഞു. ഇനി ഞാൻ അസറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. Assets are economic resources of an enterprise that can be usefully expressed in monetary terms. Assets are items used by business in its operations. Assets എന്ന് പറയുന്നത് ഒരു എക്കണോമിക് റിസോഴ്സ് ആണ്. അതായത്
പണം ഉണ്ടാക്കാൻ വേണ്ടി, അതായത് നമ്മളെ ബിസിനസ് മുമ്പോട്ട് പോകണമെങ്കിൽ പല കാര്യങ്ങളും നടക്കണം. ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അത് നമുക്കൊരു മുതൽക്കൂട്ടാണ്. കാരണം അതില്ലാതെ ബിസിനസ് മുമ്പോട്ട് പോവില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ബിസിനസ് നടക്കണമെങ്കിൽ അസറ്റ് വേണം. അസറ്റ് വേണമെങ്കിൽ ക്യാപിറ്റലും ലാബിലിറ്റിയും വേണം. ആ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ കഥയിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ടേമുകളും ആ കഥകളും കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിലായേക്കാം. അങ്ങനെ മനസ്സിലായോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പോസ് അടിക്കുക, എന്നിട്ട് ഒന്നും കൂടി ഇത്ര സമയം ഒന്ന് പോയി നോക്കുക. അല്ലെങ്കിൽ ഞാനിതാ ഇവിടെ പറയാൻ പോവുകയാണ്. എല്ലാ സംഭവങ്ങളിലും ഇക്വേഷൻസ് ഉള്ളിൽ നടക്കുന്നുണ്ടാവും. അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തെടുക്കുകയാണ് ചെയ്യാറ്. ഇവിടെ നമ്മൾക്ക് ആവശ്യമുണ്ട്, ബിസിനസ്സിൻ്റെ കണക്കുകൾ രേഖപ്പെടുത്താൻ ആ ഇക്വേഷൻസുകൾ ആവശ്യമുണ്ട്. അതായത് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഓരോ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ പല കാര്യങ്ങളിലും അടങ്ങിയെടുക്കുന്ന ഒരു വസ്തുതയാണ്. ഇക്വേഷൻസ് നമ്മൾ സുമാർ ഉണ്ടാക്കുന്നതല്ല. A+B=C എന്ന് പറഞ്ഞ് ആരോ ശാസ്ത്രജ്ഞന്മാർ ഏതോ സമയത്ത് സുമാർ എഴുതുന്നതല്ല. അതവിടെ പ്രകൃതിയിലുള്ള അല്ലെങ്കിൽ ഒരു ഇടപാടുകളിൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഇവൻറ്റിൽ നടക്കുന്ന കാര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എനർജി, നമ്മൾ കഴിക്കുന്ന ഫുഡ്, അതൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. നമ്മൾ പുറത്തേക്ക് വേസ്റ്റ് കളയുന്നത്, വേണ്ടാത്തത് പുറത്തേക്ക് കളയുന്നത് കുറച്ചാൽ, അങ്ങനെയൊക്കെ വെച്ച് വേണമെങ്കിൽ ബാക്കി എനർജിയായി പോകുന്നു. തിന്ന ഫുഡ് അത് വെച്ചൊക്കെ വേണമെങ്കിൽ ഇക്വേഷൻസ് ഉണ്ടാക്കാം. അങ്ങനെ എല്ലാത്തിലും മാത്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ വന്ന മാത്സ് എന്ന് വെച്ചാൽ ഒരു ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത്, ആ ഇക്വേഷൻ നമുക്ക് ആ കഥയിൽ പോയി ഒന്ന് നോക്കാം. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ആ ഇക്വേഷൻ എഴുതിപ്പിച്ചോളാം. ആ കഥയിൽ നോക്കുകയാണെങ്കിൽ 2 ലക്ഷം രൂപ ക്യാപിറ്റൽ ആണ് എന്ന് മനസ്സിലാകും. അതായത് 2 ലക്ഷം രൂപയാണ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ കൊണ്ടുവരുന്ന എമൗണ്ട്. ഇവിടെ ഓണർ സ്റ്റീഫൻ നെടുമ്പള്ളി കൊണ്ടുവന്ന എമൗണ്ട് ഏതാണ്? ഞാൻ സ്റ്റീഫൻ നെടുമ്പള്ളിന്ന് ഫസ്റ്റ് പറഞ്ഞതിനോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എന്താ പേര് പറഞ്ഞു, ആരായാലും ഓണർ കൊണ്ടുവന്ന എമൗണ്ട് 2 ലക്ഷം രൂപയാണ്. അതാണ് ഇവിടുത്തെ ക്യാപിറ്റൽ. അതാണല്ലോ ക്യാപിറ്റൽ. ഞാൻ നിങ്ങൾക്ക് അക്കാദമിക്കായിട്ട് പറഞ്ഞു തന്നല്ലോ. ഓണർ കൊണ്ടുവരുന്ന എമൗണ്ട് 2 ലക്ഷം രൂപ ക്യാപിറ്റൽ. അതുകൊണ്ട് ബിസിനസ് മുമ്പോട്ട് പോകാനുള്ള ഒരു സാധനം വാങ്ങുകയാണ്. 1.5 ലക്ഷത്തിന് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള സാധനത്തിന് എന്താ പറയുക? അസറ്റ്. ഞാൻ നേരത്തെ അക്കാദമിക്കായിട്ട് പറഞ്ഞു തന്നു. അസറ്റ് വാങ്ങുകയാണ്. ബാക്കി 50,000 രൂപയുണ്ട്. ആ 50,000 രൂപ മാറ്റിവെക്കുക ചെയ്തത് ക്യാഷായിട്ട്, ഇത് മുന്നോട്ട് പോകാൻ. അതും എന്താണ്? ബിസിനസ് മുന്നോട്ട് പോകാൻ വേണ്ടി മാറ്റിവെച്ചതാണ്. അപ്പോൾ ക്യാഷും അസറ്റാണ്. പിന്നെയാണ് ഇത് തികയാണ്ട് വന്നപ്പോൾ ബാങ്കിൽ പോകാൻ നിർബന്ധിതനായി 2 ലക്ഷം രൂപ ബാധ്യതയാക്കുകയാണ് ആര്? സ്റ്റീഫൻ നെടുമ്പള്ളി. ആ ബാധ്യത എന്ന് പറയുന്നത് എന്താണ്? ലാബിലിറ്റി. അതായത് ബാങ്ക് എന്ന് പറയുന്ന ക്രെഡിറ്റേഴ്സിൻ്റെ അടുത്തുനിന്ന്, നേരത്തെ പറഞ്ഞു ക്രെഡിറ്റേഴ്സ് എന്താണെന്ന്, വേണമെങ്കിൽ ഒരു എത്ര മിനിറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. നേരത്തെ ലാബിലിറ്റി പറയുന്നിടത്ത് പോയാൽ ക്രെഡിറ്റേഴ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ പൈസ കൊടുക്കാൻ ബാധ്യതപ്പെട്ട് നിൽക്കുന്ന ആൾ. അവിടെ പോയാൽ ഇത് കേട്ട് മനസ്സിലായില്ലെങ്കിൽ അവിടെ പോയി നോക്കുക. അപ്പോൾ പറയാം, ബാങ്കിനോട് നമ്മൾ ബാധ്യതപ്പെടുകയാണ്. അപ്പോൾ ഒരു 2 ലക്ഷം രൂപ ലാബിലിറ്റി ആവുകയാണ് നമ്മൾക്ക്. അതും പറഞ്ഞു. ആ ലാബിലിറ്റി എന്തിനാണ് നമ്മൾ ഉപയോഗിച്ചത്? 2 ലക്ഷമാണ് ബാങ്ക് നിർത്തത്, ലാബിലിറ്റി ആയി 2 ലക്ഷം. ആ ലാബിലിറ്റി എന്തിനു വേണ്ടി ഞങ്ങൾ ലാബിലിറ്റി ആക്കി? അതായത് സ്റ്റീഫൻ നെടുമ്പള്ളി എന്തിനു വേണ്ടി ആ 2 ലക്ഷം ലാബിലിറ്റി ആക്കി? കമ്പ്യൂട്ടർ സിസ്റ്റം 1 ലക്ഷം വാങ്ങാൻ 1 ലക്ഷം അതിനു വേണ്ടിയും, പിന്നെ മെഷീനറി 1 ലക്ഷം വേണ്ടിയും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഞാനൊരു പിക്ചർ തരാം. ഓണർ കൊണ്ടുവന്ന ക്യാപിറ്റലിൽ നിന്ന് 1.5 ലക്ഷം ഉപയോഗിച്ചിട്ടാണ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങിയത്. അതിൽ നിന്ന് ബാക്കിയുള്ള 50,000 ക്യാഷായിട്ട് ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മൾ മാറ്റിവെച്ചത്. അപ്പോൾ ഈ ഓണർ കൊണ്ടുവന്ന 2 ലക്ഷത്തിന് നമ്മളെ ബിസിനസ്സിലില്ല മുമ്പോട്ട് കൊണ്ടുപോകാൻ മാറ്റിവെച്ച ഈ 1.5 ലക്ഷത്തിൻ്റെ ബിൽഡിങ്ങിനും 1/2 ലക്ഷത്തിൻ്റെ 50,000 ക്യാഷിൻ്റെ മേലും ഒരു അവകാശമുണ്ട്. അങ്ങനെയാണ് പറയാം. അതായത് അവരാണ് ഇത് ഉണ്ടാക്കി തന്നത്. അവരുടേതാണ് എന്ന് പറയാം. അവരുടേതാണ് എന്നല്ല, അവരുടെ ക്ലെയിമാണ് എന്ന് പറയാം. അതാണ് ഈ ക്ലെയിം ആൻഡ് ഒബ്ലിഗേഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് ബാങ്ക് ലോണിലേക്ക് പോവാം. 2 ലക്ഷം രൂപ ബാങ്ക് ലോൺ എടുത്തു. ആ ബാങ്കുകാർക്ക് നമ്മളെ ബിസിനസ്സിലെ അസറ്റിലുള്ള ക്ലെയിം, ഏത് അസറ്റിലാണ് ക്ലെയിം? നമ്മൾ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങി വെച്ച 1 ലക്ഷത്തിൻ്റെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും 1 ലക്ഷത്തിൻ്റെ മെഷീനറിയിലുമുള്ള ക്ലെയിമാണ്. അതായത് ബാങ്ക് ലോണുകാർക്ക് നമ്മളെ മെഷീനറിയിലും മെഷീനറിയിലും കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും ഒരു ക്ലെയിം ഉണ്ട്. ഇത് നിങ്ങൾക്ക് സ്കൂളിൽ നിന്നും എവിടെയായാലും ഇങ്ങനെ കറക്റ്റായിട്ട് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ വേണ്ടി ആ 2 ലക്ഷത്തിനെയൊക്കെ കറക്റ്റായി ഡിവൈഡ് ചെയ്ത് ഞാൻ പറയുന്നതാണ്. അത് പല രീതിയിലായിരിക്കും പോയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾക്ക് ഇതിനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ബാലൻസ് ഷീറ്റാണെന്ന് പറയാം. അതൊന്നും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാവില്ല, നിങ്ങൾ ബിഗിനേഴ്സ് ആണ്. ബാലൻസ് ഷീറ്റാണെന്ന് പറയാം, അത് നോക്കിയാൽ സത്യം പറഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. ഓക്കെ, ഒരുപാട് ഇതിന് റിലേറ്റഡ് ആയിട്ട് പറയാനുണ്ട്. വീഡിയോ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ പറഞ്ഞാൽ ചിലപ്പം പറഞ്ഞ എൻ്റെ കിളി പാറും, അല്ലെങ്കിൽ നിങ്ങളെ കിളി പാറും, അല്ലെങ്കിൽ സബ്ജക്റ്റ് എവിടെ ഊത്തും. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയണമെന്നുണ്ട്, പക്ഷേ ഇതിലൂടെ എത്രത്തോളം പറയാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കി വീഡിയോസ് വരുന്നതായിരിക്കും, നോക്കാം. അപ്പോൾ ക്യാപിറ്റലിനും ക്ലെയിം ഇതിലാണെന്ന് മനസ്സിലായി. ഈ ബാങ്ക് ലോൺ, അതായത് ബാങ്കുകാർക്ക്, നമ്മളെ ക്രെഡിറ്റേഴ്സിന് നമ്മളെ ബിസിനസ്സിലെ ഏത് അസറ്റിലാണ് ക്ലെയിം എന്നും മനസ്സിലായി. ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവും. അതായത് ക്യാപിറ്റൽ, ഓണർ കൊണ്ടുവന്ന 2 ലക്ഷം ക്യാപിറ്റൽ പ്ലസ് ബാങ്കിൽ നിന്ന് എടുത്ത ഈ 2 ലക്ഷം, 4 ലക്ഷം. ആ 4 ലക്ഷം ടോട്ടലായിട്ട് നോക്കാം. 4 ലക്ഷത്തിന് നമ്മളെ ബിസിനസ്സിലുള്ള ക്ലെയിം, അതായത് നമ്മളെ ബിസിനസ്സിലുള്ള അസറ്റുകൾ ഏതൊക്കെയാണ്? അതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. 1.5 ലക്ഷം ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, 50,000 ക്യാഷ്, 2 ലക്ഷമായി. 1 ലക്ഷം കമ്പ്യൂട്ടർ സിസ്റ്റം, 1 ലക്ഷം മെഷീനറി, 4 ലക്ഷം. ഇവിടെ ഒരു ഇക്വേഷൻ കിട്ടി. ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ് സമം അസറ്റ്. 4 ലക്ഷം. ഓക്കെ, അത്രയേ ഉള്ളൂ. ഈ 4 ലക്ഷം അവസ്ഥേന അക്കൗണ്ടിങ്ങിൽ പറയുന്ന ഒരു ടേമാണ് ടാലി. നിങ്ങൾ കൊമേഴ്സിന് പഠിക്കുന്ന നിങ്ങളെ ചേട്ടന്മാർ, ചേച്ചിമാർ, ഇക്കാക്കന്മാർ, അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, എടാ എൻ്റെ ടാലി ആയിട്ടില്ലടാ, ടാലി ആക്കലൊരു പണിയാണ് മോനെ, എൻ്റെ ടാലി ആയിട്ടില്ല എക്സാമിന്. അല്ലെങ്കിൽ നിങ്ങളൊരു സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു കൊമേഴ്സ് സ്റ്റുഡൻറ്റ് പറയുന്നിട്ടുണ്ടാവും. ഈ ഒരു അവസ്ഥയാണ് ടാലി. അതായത് അസറ്റ് സമം ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റി. അതായത് അസറ്റ് 4 ലക്ഷം ആണെങ്കിൽ ക്യാപിറ്റൽ 2 ലക്ഷം, ലാബിലിറ്റി 2 ലക്ഷം, 4. ഈ ഒരു സ്റ്റഡിയായ അവസ്ഥയാണ്. ഇതാണ് ബിസിനസ്സിൻ്റെ പൊസിഷൻ എന്നൊക്കെ പറയുന്നത്. ഇതാണ് ആ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്താൻ പോവാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള ബേസിക് ടേംസുകൾ ചറപറ വരുന്നതായിരിക്കും. കുറേ ബേസിക് ടേംസുകളുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ച്. അക്കൗണ്ടൻസി പഠിക്കുമ്പോൾ പലർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളൊരു 10 കഴിഞ്ഞിട്ട് പോകുന്നവർ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ടേംസുകളാണെന്നേ ഉള്ളൂ. വല്ല കാര്യങ്ങളൊന്നുമില്ല ഈ കൊമേഴ്സിൽ നല്ല അക്കൗണ്ടൻസിൽ വല്ല കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ഇതുവരെ അറിയാത്ത ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് അസറ്റ്, ലാബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ എന്താണ് പഠിച്ചോനെ, ഇതിൻ്റെ ബേക്കിലുള്ള കൺസെപ്റ്റ് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആ ഒരു പ്രശ്നം ഞാൻ ഇന്ന് ഇവിടെ തീർത്താണ്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ മറക്കണ്ട. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് ഇനിയുള്ള പോക്ക് എന്നല്ല, പണ്ട് മുതലേ ബിസിനസ്സൊക്കെ നിലകൊള്ളുന്നത് ഈ ഒരു ഇക്വേഷൻ്റെ പുറത്താണ്. ആ ഒരു ഇക്വേഷൻ പൊട്ടിപ്പോയാൽ ബിസിനസ് പൊട്ടിപ്പോയി എന്നർത്ഥം. അപ്പോൾ അസറ്റ് സമം ക്യാപിറ്റൽ പ്ലസ് ലാബിലിറ്റീസ്. ഓക്കെ, ബൈ. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോകളിൽ കാണാം.